ലക്ഷങ്ങൾ ചിലവാക്കി IVF ചെയ്യാൻ തീരുമാനിച്ചു? അതോ വർഷങ്ങളായുള്ള ചികിത്സയ്ക്ക് ശേഷം ഇനി പ്രതീക്ഷയില്ല എന്ന് കരുതി തളർന്നിരിക്കുകയാണോ? ഒന്ന് നിൽക്കൂ. ഓരോ മാസവും പീരീഡ്സ് വരുമ്പോൾ തളർന്നു പോകുന്ന നിങ്ങളുടെ മനസ്സിനെ എനിക്കറിയാം. ഹോസ്പിറ്റലിലെ നീണ്ട ക്യൂവും വേദനിപ്പിക്കുന്ന ഇഞ്ചക്ഷനുകളും IUIയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും പരാജയപ്പെട്ട IVFും നിങ്ങളെ നിരാശയുടെ അങ്ങേയറ്റത്ത് എത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ശരീരത്തിന്റെ അടിസ്ഥാനപരമായ ആരോഗ്യം ശരിയാക്കാതെ വെറും മരുന്നുകൾ കൊണ്ട് മാത്രം ഒരു ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വളരുമോ? നിങ്ങളുടെ ശരീരത്തിന് ഒരു കുഞ്ഞിനെ നൽകാനുള്ള കഴിവ് ഇപ്പോഴുമുണ്ട്. പക്ഷെ ആ കഴിവ് എവിടെയോ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. ഡോക്ടർമാർ പലപ്പോഴും തിരക്കിനിടയിൽ നിങ്ങളോട് പറയാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ ഗൗരവമായി കാണാത്ത ആ നാച്ചുറൽ പ്രഗ്നൻസി ബ്ലൂ പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു റിപ്പോർട്ടോ മരുന്നിന്റെ ലിസ്റ്റോ ആയിരിക്കില്ല. പകരം കുറെ ദിവസത്തിനുള്ളിൽ ഗർഭം ധരിക്കാൻ നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ പാകപ്പെടുത്താം എന്ന കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകും. ഈ വീഡിയോയിലെ ഓരോ മിനിറ്റും നിങ്ങൾക്കായിട്ട് നിങ്ങൾ മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഇപ്പോൾ IVF ചെയ്തുകൊണ്ടിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ IUI പരാജയപ്പെട്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്നവരാകാം, അതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന പേരും കേട്ടിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാകാം. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ ഡോക്ടർമാർ പോലും നിങ്ങളോട് പറയാൻ വിട്ടുപോകുന്ന ഒരു സീക്രട്ട് ബ്ലൂ പ്രിന്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേട്ട് അത് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പാകത്തിന് എങ്ങനെ 100% സജ്ജമാക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വെറും ഒരു ഉപദേശമല്ല, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു ബയോളജിക്കൽ റീസെറ്റ് ആണ്. നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങൾ അറിയാതെ ഉപയോഗിക്കുന്ന സൈലന്റ് ഫെർട്ടിലിറ്റി കില്ലറുകൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും നിങ്ങൾക്കറിയണ്ടേ? അതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ചെടി നടുന്നത് പോലെയാണ് ഗർഭധാരണം. മണ്ണ് മോശമാണെങ്കിൽ എത്ര മികച്ച വിത്ത് ഇട്ടാലും ഫലമുണ്ടാകില്ല. നിങ്ങളുടെ ഗർഭപാത്രമാണ് ആ മണ്ണ്. ഇന്ന് 90% ഇൻഫെർട്ടിലിറ്റിയുടെ കാരണവും അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നാണ് മെഡിക്കൽ ലോകം പറയുന്നത്. അതായത് കാരണങ്ങൾ വ്യക്തമല്ല. എന്നാൽ യഥാർത്ഥ കാരണം നിങ്ങളുടെ ശരീരത്തിലെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് ആണ്. കെമിക്കൽസ് കലർന്ന മേക്കപ്പ് പ്രൊഡക്ട്സ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, നമ്മൾ ശ്വസിക്കുന്ന വായു, ഇവയെല്ലാം ഹോർമോണുകളെ നശിപ്പിക്കുന്നു. എങ്ങനെ ഈ വിഷാംശങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളി ഗർഭപാത്രത്തെ ഡീടോക്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചോ മരുന്നിനെ കുറിച്ചോ സംസാരിക്കുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ വേസ്റ്റുകളെ പുറന്തള്ളുക എന്നുള്ള കാര്യം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളിലൂടെയും നമ്മുടെ ഉള്ളിലെത്തുന്ന ടോക്സിൻസ് നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണിനെ അനുകരിക്കുകയും നമ്മളുടെ സ്വാഭാവിക ഹോർമോൺ ചക്രത്തെ തെറ്റിക്കുകയും ചെയ്യുന്നു. ഇത് മാറ്റാതെ നിങ്ങൾ എന്ത് വില കൂടിയ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. ഇതാ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ ആരും പറയാത്ത 3 ഘട്ടങ്ങളുള്ള ഫെർട്ടിലിറ്റി ഡീടോക്സ്. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളെ ശുദ്ധീകരിക്കുന്ന മെഷീനാണ് ലിവർ. പഴയ ഹോർമോണുകളെ പുറന്തള്ളാൻ ലിവറിനെ നിങ്ങൾ സഹായിക്കണം. ഇതിനായിട്ട് രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങാനീരും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും എഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. പലരിലും പ്രഗ്നൻസി നടക്കാത്തത് ഗർഭപാത്ര ഭിത്തിയിലേക്കുള്ള രക്തയോട്ടം കുറവായതുകൊണ്ടാണ്. ഇതിന് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് കാസ്റ്റർ ഓയിൽ പാക്ക്. പീരീഡ്സ് കഴിഞ്ഞ് ഓവുലേഷൻ വരെയുള്ള ദിവസങ്ങളിൽ ആവണക്കെണ്ണ ഉപയോഗിച്ച് വയറിന്റെ അടിഭാഗത്ത് മസാജ് ചെയ്യുന്ന രീതിയാണിത്. ഇത് ഗർഭപാത്രത്തിലെ തടസ്സങ്ങൾ നീക്കാനും പഴയ രക്തം പുറന്തള്ളാനും സഹായിക്കുന്നു. നിങ്ങളുടെ അടുക്കളയിലെ പ്ലാസ്റ്റിക് പാത്രങ്ങളും നോൺ സ്റ്റിക് പാനുകളും നിശബ്ദ വില്ലന്മാരാണെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? ഇവയിലെ കെമിക്കലുകൾ നിങ്ങളുടെ ഓവറീസിനെ സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അടുത്ത 30 ദിവസം പ്ലാസ്റ്റിക് കുപ്പികൾ മാറ്റി ചില്ല് പാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ ഉപയോഗിക്കുക. ഈ മാറ്റം മാത്രം മതി നിങ്ങളുടെ ഹോർമോണുകൾ തനിയെ ബാലൻസ് ആകാൻ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഡീടോക്സ് ചെയ്ത് ശരീരം ശുദ്ധമാക്കിയാൽ മാത്രം പോരാ, ആ ശുദ്ധി നിലനിർത്താൻ ഏതുതരം ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത്, ഒപ്പം നിങ്ങളുടെ പങ്കാളിക്ക് നൽകേണ്ട ആ സ്പെഷ്യൽ ഡ്രിങ്ക് എന്താണ്, അത് നമുക്ക് നോക്കാം. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും സംസാരിക്കാൻ പോകുകയാണ്. പക്ഷേ അതിനു മുൻപ് നിങ്ങളോട് ആരും പറയാത്ത ഒരു രഹസ്യമുണ്ട്. നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ചെറിയ അബദ്ധം. അത് ബീജങ്ങളെ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ കൊന്നുകളയുന്നുണ്ടാകാം. പലരും ഉപയോഗിക്കുന്ന സാധാരണ ലൂബ്രിക്കന്റുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്വപ്നത്തെ തകർക്കുന്നത്. അത് അറിഞ്ഞാൽ മാത്രം പോരാ,
അത് എങ്ങനെ തിരുത്താം എന്നും ഞാൻ ഈ വീഡിയോയിൽ അടുത്ത ഭാഗത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇത് മിസ് ചെയ്താൽ നിങ്ങളുടെ ബാക്കി പരിശ്രമങ്ങൾ എല്ലാം വെറുതെയാകും. നിങ്ങൾ ഗൂഗിളിലോ ആപ്പുകളിലോ നോക്കി 14-ാം ദിവസം ബന്ധപ്പെട്ടാൽ ഗർഭം ധരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. 90% ദമ്പതികൾക്കും ഗർഭധാരണം വൈകുന്നത് ഈ 14-ാം ഡേയിലെ ഈ മിത്ത് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല. ചിലർക്ക് 10-ാം ദിവസം ഓവുലേഷൻ നടക്കാം, ചിലർക്ക് എന്നാൽ 20-ാം ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. ഈ സമയം കൃത്യമായി മനസ്സിലാക്കാതെ ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കാര്യമില്ല. അണ്ടം പുറത്തു വരുന്ന ആ 12 മുതൽ 24 മണിക്കൂർ വരെ മാത്രമാണ് പ്രഗ്നൻസി പോസിബിൾ ആയിട്ടുള്ളത്. ഇത് എങ്ങനെ ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കണ്ടെത്താം? ഇതാ അതിനുള്ള 3 ശാസ്ത്രീയമായ വഴികൾ. നിങ്ങളുടെ ശരീരം നൽകുന്ന ഏറ്റവും വലിയ സൂചനയാണ് സെർവിക്കൽ മ്യൂക്കസ്. ഓവുലേഷൻ അടുക്കുമ്പോൾ നിങ്ങളുടെ ഡിസ്ചാർജ് മുട്ടയുടെ വെള്ള പോലെ സ്ട്രെച്ചി ആയിട്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ബീജങ്ങൾക്ക് ഗർഭപാത്രത്തിലേക്ക് സുരക്ഷിതമായിട്ട് നീന്തി കയറാനുള്ള ഒരു ഹൈവേ ഒരുക്കിയാണ് നിങ്ങളുടെ ശരീരം ചെയ്യുന്നത്. ഈ മാറ്റം കണ്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫെർട്ടൈൽ വിൻഡോ തുറന്നു എന്നാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു വ്യത്യാസം ഓവുലേഷൻ നടന്നുവെന്ന് ഉറപ്പിക്കാൻ സഹായിക്കും. ഇത് ട്രാക്ക് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഹോർമോൺ നില കൃത്യമാണോ എന്ന് ഡോക്ടറേക്കാൾ മുൻപ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ശേഷം ഉടൻ എഴുന്നേൽക്കുന്നത് സ്പേംസ് പുറത്തേക്ക് പോകാൻ കാരണമാകുന്നുണ്ടോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിന് പിന്നിലെ യഥാർത്ഥ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ബീജങ്ങൾക്ക് ഗർഭപാത്രത്തിലേക്ക് വേഗം എത്താൻ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. അതാണ് ടിൽറ്റഡ് പെൽവിസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് IVF അല്ലെങ്കിൽ IUI ചെയ്യുന്നവർ പോലും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. കാരണം ഗർഭപാത്ര ഭിത്തിയിലേക്ക് ഭ്രൂണം ഒട്ടിപ്പിടിക്കാൻ, അതായത് ഇംപ്ലാന്റേഷൻ നടക്കാൻ ഈ ഒരു ശാന്തത അത്യാവശ്യമാണ്. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങൾ സമയം കൃത്യമായി കണ്ടെത്തിയാലും നിങ്ങളുടെ എഗ്ഗിന് ജീവനില്ലെങ്കിൽ, അതായത് അണ്ടത്തിന് ക്വാളിറ്റി ഇല്ല എങ്കിൽ ഗർഭധാരണം നടക്കില്ല. പ്രായം കൂടുന്തോറും AMH ലെവൽ കുറയുകയും എഗ് ക്വാളിറ്റി കുറയുകയും ചെയ്യുമെന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ കുറഞ്ഞു പോകുന്ന എഗ് ക്വാളിറ്റീനെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്ലൂ പ്രിന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എഗ്ഗിന്റെ ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞു, പ്രായം 35 കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്ന്. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ശരീരത്തിലെ ഒരു കോശത്തിന് സ്വയം പുതുക്കാൻ 90 ദിവസത്തെ സമയമാണ് വേണ്ടത്. അതായത് അടുത്ത 3-4 മാസം നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യം. മരുന്നുകളല്ല, നിങ്ങളുടെ അടുക്കളയിലെ വിത്തുകളാണ് നിങ്ങളുടെ ഹോർമോണുകളെ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ സീഡ് സൈക്ലിംഗ് എന്ന് വിളിക്കുന്നത്. പീരീഡ്സിന്റെ ആദ്യ ദിവസം മുതൽ ഓവുലേഷൻ വരെ നിങ്ങളുടെ ശരീരത്തിന് ഈസ്ട്രജൻ ഹോർമോണാണ് ആവശ്യം. ഇതിനായിട്ട് 2 സൂപ്പർ സീഡ്സ് ഉണ്ട്. ആദ്യത്തേതാണ് പംകിൻ സീഡ്സ്. ഇതിലെ സിങ്ക് സ്പേംസുമായിട്ട് നിങ്ങളുടെ അണ്ടം യുണൈറ്റ് ആകാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ് ഫ്ലാക്സ് സീഡ്സ്. ശരീരത്തിലെ അമിതമായ ചീത്ത ഈസ്ട്രോജനെ പുറന്തള്ളാൻ ഇത് സഹായിക്കും. എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്ന് നോക്കാം. പംകിൻ സീഡ്സും ഫ്ലാക്സ് സീഡ്സും പൊടിച്ചു വെക്കുക. ഓരോ സ്പൂൺ വീതം പൊടിച്ച് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഓവുലേഷന് ശേഷം എൻഡോമെട്രിയൽ തിക്നെസ് കട്ടിയാകാനും ഇംപ്ലാന്റേഷൻ നന്നായിട്ട് നടക്കാനും പ്രൊജസ്ട്രോൺ ഹോർമോൺ അത്യാവശ്യമാണ്. ഇതിനായിട്ട് 2 സൂപ്പർ സീഡ്സ് ഉണ്ട്. എള്ളും സൂര്യകാന്തി വിത്തും, അതായത് സൺഫ്ലവർ സീഡ്സും. എള്ളിൽ കാൽഷ്യം ഉള്ളതിനാൽ അത് നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നു. അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സിൽ വിറ്റാമിൻ ഇ ഉള്ളതിനാൽ പ്രൊജസ്ട്രോൺ ലെവൽ നോർമൽ ആക്കി നിർത്തുന്നു. എള്ളും സൺഫ്ലവർ സീഡ്സും പൊടിച്ച് ദിവസവും ഓരോ സ്പൂൺ വീതം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ കുടിക്കുന്ന ജ്യൂസിലോ സ്മൂത്തിയിലോ ഈ പൊടി ചേർത്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് മുകളിൽ ഇത് വിതറി കഴിക്കാവുന്നതാണ്. 1 കപ്പ് തൈരിൽ ഈ പൊടി കലർത്തി കഴിക്കുന്നത് ഗട്ട് ഹെൽത്ത് നല്ലതാക്കാൻ നല്ലതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിനൊപ്പം നേരിട്ടും ഈ പൊടി കഴിക്കാവുന്നതാണ്. രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷമോ ഇത് കഴിക്കാം. രാത്രി വൈകി കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ വിത്തുകൾ കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. കൃത്യമായ ദഹനത്തിന് വെള്ളം അത്യാവശ്യമാണ്. പ്രഗ്നൻസി ആകാതിരിക്കുമ്പോൾ എല്ലാവരും സ്ത്രീയുടെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ ഓർക്കുക, ഒരു കുഞ്ഞിന് വേണ്ട 50% DNA വരുന്നത് അച്ഛനിൽ നിന്നാണ്. സ്പേംസിന്റെ എണ്ണം കുറവാണെങ്കിലോ അവയ്ക്ക് കൃത്യമായ വേഗതയില്ലെങ്കിലോ ഗർഭധാരണം നടക്കില്ല. നടന്നാൽ തന്നെ അബോർഷൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്പേംസിന്റെ ക്വാളിറ്റിയും മോട്ടിലിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 5 സൂപ്പർ ഫുഡുകളാണ് നമ്മൾ ഇനിയും ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്പേംസിന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വാൾനട്ടിനോളം മികച്ച മറ്റൊന്നുമില്ല. ഇതിലടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡ്സ് സ്പേംസിലേക്കുള്ള രക്തയോട്ടം കൂട്ടുകയും അവയുടെ ഘടന കൃത്യമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു.
ദിവസവും 7 എണ്ണം വീതം കഴിക്കുന്നത് ശീലമാക്കുന്നത് നല്ലതാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീൻ എന്ന ആന്റി ഓക്സിഡന്റ് സ്പേംസിന്റെ എണ്ണം 70% വരെ വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു പ്രധാന കാര്യം, പച്ച തക്കാളിയേക്കാൾ അല്പം വെളിച്ചെണ്ണയിലോ ഒലിവ് ഓയിലോ വേവിച്ച തക്കാളിയാണ് ലൈക്കോപ്പീൻ കൂടുതൽ ലഭിക്കുന്നത്. മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കാൻ സിങ്ക് അത്യാവശ്യമാണ്. പംകിൻ സീഡ്സ് സിങ്കിന്റെ പവർ ഹൗസ് ആണ്. ഇത് ബീജങ്ങളുടെ എണ്ണം കൂട്ടുക മാത്രമല്ല, അവയുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പുരാതന കാലം മുതൽ ഫെർട്ടിലിറ്റിക്ക് പേര് കേട്ട ഒരു കാര്യമാണ് പോമിഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ബീജങ്ങളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് പ്രകൃതിദത്തമായ ഒരു ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റർ ആണ്. സ്ട്രെസ് കാരണം സ്പേംസ് നശിച്ചു പോകുന്നത് തടയാൻ അശ്വഗന്ധ സഹായിക്കും. ഇത് ടെസ്റ്റോസ്റ്ററോൺ നില മെച്ചപ്പെടുത്തുകയും പുരുഷന്മാരിലെ വന്ധ്യതയ്ക്ക് പരിഹാരമാകുകയും ചെയ്യുന്നു. സ്പേംസ് പൂർണ്ണ വളർച്ചയെത്താൻ ഏകദേശം 74 മുതൽ 90 ദിവസങ്ങൾ വരെ എടുക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഭക്ഷണക്രമം കുറഞ്ഞത് 3 മാസമെങ്കിലും തുടർച്ചയായി പാലിച്ചാൽ നിങ്ങൾക്ക് മികച്ച റിസൾട്ട് ലഭിക്കുന്നതാണ്. കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉള്ള ശരീരത്തിൽ ഒരു ജീവൻ വളരില്ല. നിങ്ങൾ എത്ര ചികിത്സ ചെയ്തിട്ടും ഫലം കാണാത്തതിന്റെ പിന്നിൽ നിങ്ങളുടെ ഉത്കണ്ഠ ഉണ്ടാകാം. എങ്ങനെ ഫെർട്ടിലിറ്റി മെഡിറ്റേഷൻ വഴി നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാമെന്ന് ഇനിയും നമുക്ക് നോക്കാം. ഫെർട്ടിലിറ്റി മെഡിറ്റേഷൻ എന്നത് വെറും ഒരു റിലാക്സേഷൻ മാത്രമല്ല, അത് മനസ്സിനെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബയോളജിക്കൽ ടൂൾ ആണ്. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചും ടൈമിങ്ങിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. പക്ഷേ നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് നിങ്ങളുടെ മനസ്സാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കടുത്ത സ്ട്രെസ്സിലായിരിക്കുമ്പോൾ ശരീരം ഫൈറ്റ് ടു ഫ്ലൈറ്റ് മോഡിലായിരിക്കും. ആ സമയത്ത് ശരീരം ആദ്യം നിർത്തലാക്കുന്നത് പ്രഗ്നൻസിക്കുള്ള സാധ്യതകളാണ്. കാരണം അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഒരു ജീവനെ വളർത്താൻ ശരീരം ആഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം നിർത്തിവെച്ച് ടൂറ് പോവുകയോ റെസ്റ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പലരും നാച്ചുറലായിട്ട് തന്നെ പ്രഗ്നന്റ് ആകുന്നത്. അതിന്റെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. ഇതിനെ ശാസ്ത്രീയമായി മറികടക്കാൻ നമുക്ക് ഫെർട്ടിലിറ്റി മെഡിറ്റേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഫെർട്ടിലിറ്റി മെഡിറ്റേഷൻ ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം. ശാന്തമായിട്ട് ആദ്യം ഇരിക്കുക. ദിവസവും രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുൻപ് കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. ദീർഘമായി ശ്വസിക്കുക. ഓരോ തവണ ശ്വാസം വിടുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ പേടിയും ആശങ്കയും പുറത്തു പോകുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ഗർഭപാത്രം പ്രകാശപൂർണമായ ഒരു പൂന്തോട്ടമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവിടേക്ക് ശുദ്ധമായ രക്തം ഒഴുകിയെത്തുന്നത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ അണ്ഡാശയങ്ങൾ ആരോഗ്യമുള്ള അണ്ടങ്ങൾ പുറത്തുവിടുന്നതായിട്ടും ഒരു കുഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ വളരാൻ തയ്യാറെടുക്കുന്നതായിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയുക. എൻ്റെ ശരീരം ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പൂർണ്ണ സജ്ജമാണ്. ഞാനൊരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആകാൻ പോകുകയാണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാക്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഒരുപാട് നല്ലതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലെ കോർട്ടിസോൾ കുറയുകയും ഓക്സിറ്റോസിൻ കൂടുകയും ചെയ്യുന്നു. ഇത് ഗർഭപാത്ര ഭിത്തിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതൊരു അത്ഭുത വിദ്യയൊന്നുമല്ല. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ വ്യവസ്ഥയെ ശാന്തമാക്കാനുള്ള ശാസ്ത്രീയമായ തെളിയിക്കപ്പെട്ട ഒരു വഴിയാണിത്. ഈ മെഡിറ്റേഷൻ ശീലമാക്കുന്നതിലൂടെ നിങ്ങളുടെ ഓരോ ചികിത്സയുടെയും IVF ആണെങ്കിലും IUI ആണെങ്കിലും നോർമൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ വിജയ സാധ്യത ഇരട്ടിയാകും. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിന്റെ അവസാന നിമിഷങ്ങളിലാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഇന്ന് നിങ്ങൾ ഈ കേട്ട കാര്യങ്ങൾ വെറും ഒരു വിവരണങ്ങളല്ല, മറിച്ച് പല കുടുംബങ്ങളിലും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ലഭിക്കാത്ത മാതൃത്വം എന്ന പുണ്യത്തിലേക്ക് വഴി തുറന്ന ശാസ്ത്രീയമായ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. വന്ധ്യത എന്നത് നിങ്ങളുടെ പരാജയമല്ല, അത് നിങ്ങളുടെ ശരീരം നൽകുന്ന ഒരു സൂചന മാത്രമാണ്. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കൂ എന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുകയാണ്. ആത്മവിശ്വാസം കൈവിടരുത്. IVF പരാജയപ്പെട്ടാലും പ്രായം 35 കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ ഈ 90 ഡേയ്സ് ചാലഞ്ച് ഇന്നു മുതൽ ആരംഭിക്കുക. ഭക്ഷണം, ഡീടോക്സ്, മെഡിറ്റേഷൻ ഇതിൽ ഒന്നുപോലും വിട്ടുകളയരുത്. നിങ്ങളുടെ പങ്കാളിയെയും ഇതിൽ പങ്കാളിയാക്കുക. കാരണം ഇത് നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ഒരു യാത്രയാണ്. പലരും ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ഭയപ്പെടാറുണ്ട്. ഗർഭധാരണത്തിന്റെ ആദ്യത്തെ 12 ആഴ്ചകൾ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, ഒരു വിത്ത് മുളച്ചു വരുന്നത് പോലെ അതീവ ശ്രദ്ധ വേണ്ട സമയമാണ്. ഈ സമയത്ത് സംഭവിക്കാവുന്ന ചെറിയ അബദ്ധങ്ങൾ പോലും അബോർഷനിലേക്ക് നയിക്കാം. അത് ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട മുൻകരുതലുകളെ കുറിച്ചും ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ബ്ലൂ പ്രിന്റ് പൂർത്തിയാകാൻ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണണം.
നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുവാവയുടെ ചിരി കേൾക്കുന്ന ആ ദിവസത്തിനായിട്ട് ഞാനും കൂടി കാത്തിരിക്കുന്നു. ആ സന്തോഷ വാർത്ത താഴെ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങൾ ഒരു പടി കൂടി അടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്ക് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരാളിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായിക്കും. അതുകൊണ്ട് ദയവായി ഇത് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് തന്നെ കൊടുത്തേക്കാം. നിങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിക്കാൻ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ഫെർട്ടിലിറ്റി യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ കുഞ്ഞു ചിരിക്കായുള്ള കാത്തിരിപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ